മാമൻ. പഗ്ഗു, എനിക്ക് ബോറടിച്ചു തുടങ്ങി ഈ കളി. എറിയുന്ന ആളിനേക്കാൾ ബോറ് പണിയാ എടുത്തുകൊണ്ട് വരുന്നത്. ഇത് എങ്ങനെ പറയുമെന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു ഞാൻ. എനിക്ക് ചെറിയൊരു വിശപ്പ്. ബിസ്ക്കറ്റ് വല്ലതും. ചുമ്മാ തിന്നാലുണ്ടല്ലോ വിശപ്പ് പോകുമല്ലേ? തടി വെച്ച് ഓടാൻ വയ്യാണ്ടാവും. വിശപ്പിന്റെ അസുഖമുള്ളവനായി പോയി ഞാൻ. എനിക്കെന്ത് ചെയ്യാൻ പറ്റും? ബിസ്ക്കറ്റ് തിന്നിട്ടും ഒരു സുഖം പോരാ. വിഷമിക്കണ്ടേ വയറാ. ഒരു കഥ കേൾക്കാൻ കൊതിയായി. എപ്പോ കഥ കേൾക്കണമെങ്കിലും വിളിച്ചാ മതി എന്ന് പറഞ്ഞ ആളാ. കുറെ നാളായി കണ്ടിട്ട്. നമുക്കൊന്ന് തിരക്കി ഇറങ്ങിയാലോ? നമ്മുടെ കാട്ടുചോലയുടെ അടുത്തല്ലേ സ്ഥിരമായി വരാറുള്ളത്. അവിടെ ആവുമ്പോൾ നല്ല കാറ്റും കിട്ടും. ശരി, പോകാം. സഞ്ചരിച്ച് സമയം പോയത് അറിഞ്ഞില്ല. വഴിയും തെറ്റിയോ ആവോ. സാരമില്ല, ഞാൻ വഴി ഒന്ന് മണം പിടിച്ചു നോക്കാം. പഗ് പിടിച്ചാൽ ചിക്കന്റെയും ബിസ്ക്കറ്റിന്റെയും മണേ കിട്ടും. കളിയാക്കാതെ, ഞാൻ ഇപ്പൊ വഴി കണ്ടുപിടിക്കും. എന്താ പഗു, മണം പിടിച്ചു കഴിഞ്ഞോ? ഓടിക്കോ. ഏതോ വന്യമൃഗത്തിന്റെ മണം. ബീഫിന്റെ ആകും. അല്ല, ദേ നോക്ക്. അമ്പിളിമാമൻ. ഏയ് പേടിക്കണ്ട, ഞാൻ നിങ്ങളുടെ അമ്പിളിമാമൻ തന്നെ. എത്ര കാലമായി ഞങ്ങൾ കാത്തിരിക്കുക അമ്പിളിമാമനെ കാണാൻ. ഞങ്ങൾ ശരിക്കും വിഷമിച്ചു പോയി. ഇപ്പോ ഞാൻ എത്തിയില്ലേ, വിഷമമൊക്കെ മാറിയില്ലേ, രണ്ടുപേരും കരയ്ക്ക് കയറിയേ. അമ്പിളിമാമൻ എവിടെയായിരുന്നു ഇത്രയും നാള്? അതൊരു കഥയാ.
തൽക്കാലം ചുരുക്കി പറയാം. മിഹിർ എന്ന ഒരു ദുഷ്ടമന്ത്രവാദി ഉണ്ടായിരുന്നു. അവന്റെ ലക്ഷ്യം ലോകം മുഴുവനും ഇരുട്ടിലാക്കി അവന്റെ ദുഷ്ടശക്തികളെ വിട്ട് ഭൂമിയെ കീഴടക്കുക എന്നതായിരുന്നു. രാത്രിയെയാണ് അവൻ അതിന് തിരഞ്ഞെടുത്തിട്ടുള്ളത്. അവന്റെ കിങ്കരന്മാർക്ക് രാത്രിയിലാണ് ശക്തി കൂടുന്നത്. അതും അമാവാസി നാളിൽ ഭൂമി മുഴുവനും പൂർണ്ണ ഇരുട്ടിലായിരിക്കുമ്പോൾ. പക്ഷെ എന്റെ സാന്നിധ്യത്തിൽ അവനത് കഴിയുകയില്ല. അവൻ ചില മാന്ത്രിക വിദ്യകൾ ഉപയോഗിച്ച് എന്നെ ബന്ധിപ്പിച്ച് ഈ കായലിൽ തള്ളി. പക്ഷേ അവൻ എന്നെ എക്കാലവും ഈ കായലിൽ തള്ളാൻ പറ്റില്ല. കാരണം എന്റെ പ്രതിബിംബത്തിൽ ആരെങ്കിലും തൊട്ടാൽ മിഹിറിന്റെ മന്ത്രശക്തി ക്ഷയിച്ചു പോവും. അതാണ് ഇപ്പോഴുണ്ടായതും. മിഹിറിന്റെ കിങ്കരനായ സിംഹം തന്നെ അതിന് കാരണവുമായി. ഹോ, കേട്ടിട്ട് പേടിയാവുന്നു. എനിക്കും. പേടിക്കണ്ട, അമ്പിളിമാമൻ നിങ്ങളുടെ കൂടെ ഉണ്ടല്ലോ. ആട്ടെ, നിങ്ങൾ എന്നെ തിരക്കി ഇറങ്ങിയതല്ലേ? അതെ, അമ്പിളിമാമന്റെ പേടിപ്പെടുത്താത്ത കുഞ്ഞു കഥകളും പാട്ടുകളും കേൾക്കാൻ എന്ത് രസമാ. എനിക്ക് കഥയേക്കാൾ പാട്ടാ ഇഷ്ടം. വേഗം വേഗം, എനിക്ക് കഥ കേൾക്കാൻ തിടുക്കമായി. ശരി, ഞാനൊരു കഥ പറയാം. ധൃതിയും ക്ഷമയുമില്ലാത്ത ഒരു കുരങ്ങന്റെ കഥ കേൾക്കാം. എന്താ? ശരി ശരി. ആരവിടെ? അടിയൻ. എന്താണ് പ്രഭു? വല്ലാത്തൊരു ടെൻഷൻ. മഹാറാണിയുടെ വയറ്റിൽ ചെറിയൊരു വേദന തുടങ്ങി മന്ത്രി. അതിന് ദുഃഖിക്കുകയല്ലല്ലോ മഹാരാജൻ, സന്തോഷിക്കുകയല്ലേ വേണ്ടത്. മഹാറാണി ഒരു കുഞ്ഞിനു കൂടി ജന്മം നൽകാൻ പോവുകയല്ലേ? അതെ അതെ, ഞാനിപ്പം മന്ത്രിയെ വിളിപ്പിച്ചതിന്റെ പ്രധാന ഉദ്ദേശം മറ്റൊന്നല്ല. ഉണ്ണി പിറന്നാൽ സദ്യ, ആഘോഷം മുതലായവ വിളംബരം ചെയ്യണമെന്നല്ലേ രാജൻ? അതൊക്കെ കഴിഞ്ഞ മാസം തന്നെ വിളംബരം ചെയ്തു. മന്ത്രി, താങ്കൾ എന്തൊക്കെയാണ് ഈ പറയുന്നത്? ഞാൻ അതൊന്നുമല്ല ഉദ്ദേശിച്ചത്. അടിയൻ എന്താണ് രാജാവേ അവിടുത്തെ തിരുമനസ്സിലുള്ളത്? എടോ മന്ത്രി, നമ്മുടെ ഉണ്ണി പിറന്നാൽ അവനെ നോക്കാനും പരിപാലിക്കാനും ഒക്കെ ഒരാൾ വേണം. അത്രയേ ഉള്ളൂ. രാജാവൊന്ന് കൽപ്പിച്ചാൽ എത്ര പേരെ വേണമെങ്കിലും ഞാൻ കൊണ്ടുവരാം. കൽപ്പിച്ചാലും തിരുമനസ്സേ. അങ്ങനെ ആരെങ്കിലും ഒക്കെ കിട്ടിയാൽ പറ്റില്ല. അതിന് ചില യോഗ്യതകൾ വേണം, അറിയാമോ? എന്തു യോഗ്യതയാണ് അങ്ങ് ആഗ്രഹിക്കുന്നത് രാജൻ? ക്ഷമ എന്ന മഹത്തായ യോഗ്യത. അതെങ്ങനെയാണ് നാം കണ്ടുപിടിക്കുക? അതിന് താങ്കൾ വിഷമിക്കണ്ട. മറ്റെല്ലാ യോഗ്യതയുമുള്ളവരെ കണ്ടുപിടിക്കുക. നമ്മൾ അവർക്കൊരു പരീക്ഷ നടത്തും. അതിൽ വിജയിക്കുന്നവന് ജോലിയും പൊൻപണവും. അത് കൊള്ളാം, നല്ലൊരു കാര്യമാ രാജൻ. ഞാൻ ഇപ്പോൾ തന്നെ ആളെ കണ്ടെത്താനുള്ള ഏർപ്പാടുകൾ ചെയ്യാം. ദിവസങ്ങൾ അടുത്തുകൊണ്ടിരിക്കുകയാണ്, വേഗം വേണം. ഓരോരുത്തരായി വരൂ. നിങ്ങൾക്ക് കുട്ടിയെ നോക്കാൻ അറിയാമോ? അറിയാമെന്നോ മന്ത്രിജി? 10 കുഞ്ഞുങ്ങളെ വരെ ഒറ്റയ്ക്ക് നോക്കുന്നവളായി ചക്കിക്കോഴി. രാജാവിന്റെ ഉണ്ണിയെ ഒരു പരുന്ത് പിടിക്കാൻ വന്നാൽ നീ എന്തു ചെയ്യും? ഞാൻ ബഹളമുണ്ടാക്കി ഓടിക്കും, അല്ലെങ്കിൽ കുഞ്ഞിനെ എന്റെ ചിറകിനടിയിലാക്കും. ഏയ്, അത് നടക്കില്ല. കാരണം ഒരു സിംഹക്കുട്ടി കോഴിക്കുഞ്ഞിനേക്കാൾ വലുതാ. യു ആർ ഔട്ട്. അടുത്തതാരാ? മന്ത്രിജി, ഞാനാണ് രാജാവിന്റെ കുഞ്ഞിനെ സംരക്ഷിക്കാൻ ഏറ്റവും യോഗ്യൻ. വേണ്ട വേണ്ട, നിന്റെ കൂർത്ത ചുണ്ടും നഖവും കുഞ്ഞിന്റെ ശരീരത്തിലെങ്ങാനും അറിയാതെ കൊണ്ടാ എന്റെയും നിന്റെയും തല കാണില്ല. You are in. You are in. രാജാവേ, നീണ്ട ഒരു ഓഡീഷന് ശേഷം ഞാൻ 2 പേരെ ഫൈനലിസ്റ്റുകളാക്കിയിട്ടുണ്ട്. ചീഫ് ജഡ്ജായ അങ്ങയുടെ തീരുമാനപ്രകാരം ആരെ വേണമെങ്കിലും വിന്നറാക്കാം. കൊട്ടാരത്തിൽ TV വന്നതിൽ പിന്നെ മന്ത്രിയുടെ സംസാര രീതി ആകെ മാറിയിട്ടുണ്ട്. ശരി, താങ്കൾ തിരഞ്ഞെടുത്ത മിടുക്കന്മാരെ നാം ഒന്ന് കാണട്ടെ. ജി രാജൻ, ഇതാ ഞാൻ അങ്ങയുടെ മുമ്പിൽ അവതരിപ്പിക്കുന്ന ആദ്യ താരം നമ്മുടെ പ്രിയപ്പെട്ട കവയത്രി കുമാരിയെയാണ്.
അടുത്തതായി ഞാൻ അവതരിപ്പിക്കുന്ന വിജയി മൂങ്ങാച്ചി മൂങ്ങയെയാണ്. കൊള്ളാം കൊള്ളാം. രണ്ടുപേർക്കും നേരത്തെ കുട്ടികളെ നോക്കി പരിചയമുണ്ടോ? ഉണ്ട് രാജൻ, എന്റേതടക്കം 10-20 കുട്ടികളെ ഞാൻ നോക്കിയിട്ടുണ്ട്. ശരി. മൂങ്ങാച്ചിയോ? എനിക്കും കുട്ടികളെ നോക്കി നല്ല പരിചയമാണ് രാജൻ. കുട്ടികളെ നോക്കാൻ വേണ്ടി എൻ്റെ ജീവിതം തന്നെ മാറ്റി വെച്ചവളാണ് ഞാൻ. ഞാൻ പകൽ പുറത്തിറങ്ങാറ് പോലുമില്ല. കുട്ടികളെല്ലാം ഉറങ്ങിക്കഴിയുമ്പോഴാ ഞാൻ പുറത്തിറങ്ങാറ്. കൊള്ളാം, നല്ല കാര്യം. പക്ഷെ കുഞ്ഞിനെ നോക്കുന്ന ജോലി നിങ്ങളിൽ ഒരാൾക്ക് ലഭിക്കണമെങ്കിൽ നിങ്ങളൊരു പരീക്ഷ പാസ്സാവണം. എന്താ, തയ്യാറാണോ? അതെ രാജൻ, ഞങ്ങൾ തയ്യാറാണ്. പൃഥ്യ, പരീക്ഷയ്ക്കുള്ള സാമഗ്രികൾ ഹാജരാക്കൂ. നിങ്ങൾക്ക് രണ്ടുപേർക്കും ഞാൻ ഈ മരിച്ചിനി കമ്പുകൾ തരികയാണ്. ഈ മത്സരത്തിന്റെ നിയമം ഇതിന്റെ റെഫറിയായ കരടിച്ചാർ നിങ്ങൾക്ക് വിവരിച്ചു തരും. മത്സരം ഇന്നു മുതൽ ആരംഭിച്ചു കഴിഞ്ഞു. കരടിച്ചാരെ, വലിയ നിയമങ്ങളൊന്നുമില്ല ഈ മത്സരത്തിൽ. ഈ കമ്പ് മുളപ്പിച്ച് ആദ്യം ആരാണോ കാണിക്കുന്നത് ആ ആളിനെ ആയിരിക്കും വിജയിയായി പ്രഖ്യാപിക്കുന്നത്. മത്സരം തുടങ്ങാം. ദിവസം കുറേ ആയല്ലോ, ഇനി ഒന്ന് നോക്കാം. പേര് വന്നോ എന്നറിയണമല്ലോ. ആ മൂങ്ങാച്ചി എങ്ങാനും ആദ്യം കൊണ്ട് കാണിച്ചാൽ എന്റെ കാര്യം പോക്കാം. ഇനിയും ദിവസങ്ങൾ എടുക്കുമെന്ന് തോന്നുന്നത്. ക്ഷമയോടെ ഇരിക്കാം. എന്നാൽ കുരങ്ങൻ ദിവസവും പിഴുതു നോക്കിയതിനാൽ അവന്റെ കമ്പ് ഉണങ്ങി വന്നു. നിങ്ങളുടെ മരച്ചീനി കമ്പുകൾ പരിശോധിക്കാൻ രാജാവ് ഇന്ന് എഴുന്നള്ളും. ഇത് കേട്ടതും കുരങ്ങൻ വീണ്ടും മരച്ചീനി കമ്പ് പിഴുതു നോക്കി. രാജാവ് വന്നു പരിശോധിച്ചു നോക്കിയപ്പോൾ കാണുന്നത് പൂർണ്ണമായും ഉണങ്ങിയ കുരങ്ങച്ചന്റെ മരച്ചീനി കമ്പാണ്. എന്നാൽ മൂങ്ങാച്ചിയുടെ കമ്പ് നാമ്പിട്ട് തളിർത്തു നിന്നു. വിജയി മൂങ്ങച്ചാരാണ്. മൂങ്ങച്ചാരാണ് ക്ഷമയുടെ ഈ പരീക്ഷ വിജയിച്ചത്. ഒരു കുഞ്ഞിനെ നോക്കാൻ മാത്രമല്ല, ജീവിതത്തിൽ വിജയിക്കണമെങ്കിലും ക്ഷമയോടെയുള്ള പരിശ്രമം ആവശ്യമാണ്. രാജാവ് ധാരാളം സമ്മാനങ്ങൾ രണ്ടാൾക്കും നൽകി. പക്ഷേ ജോലി അത് കിട്ടിയത് മൂങ്ങാച്ചിക്കാണ്. പണ്ടൊരു നാളിൽ കൽക്കണ്ട കുന്നിൻ താഴെ കരിമ്പു നട്ടു മൂങ്ങയും കരിങ്കുരങ്ങനും. മത്സരമാണേ ക്ഷമയുള്ളതാരോ, ഇരുവരും വേലി കെട്ടി വെള്ളമൊഴിച്ചുവല്ലോ. നല്ല നേരം പണ്ടൊരു നാളിൽ കൽക്കണ്ട കുന്നിൻ താഴെ കരിമ്പു നട്ടു മൂങ്ങയും കരിങ്കുരങ്ങനും. ഒന്നാം നാളിൽ കരിമ്പിൻ കണ്ടു നോക്കി, രണ്ടാം നാളിൽ തിടുക്കം ഏറി ഏറി കരിങ്കുരങ്ങിന്റെ കരിമ്പിന് വേറോ വന്നില്ല. ഓ വെയിലറിഞ്ഞാൽ മഴയറിഞ്ഞാൽ മിന്നും ചേരും ചേരും ചങ്ങാതി. പണ്ടൊരു നാളിൽ കൽക്കണ്ട കുന്നിൻ താഴെ കരിമ്പു നട്ടു മൂങ്ങയും കരിങ്കുരങ്ങനും. ക്ഷമ
സമ്മാനം. പണ്ടൊരു നാളിൽ കൽക്കണ്ട കുന്നിൻ താഴെ കരിമ്പു നട്ടു മൂങ്ങയും കരിങ്കുരങ്ങനും. മത്സരമാണേ ക്ഷമയുള്ളതാരോ, ഇരുവരും വേലി കെട്ടി വെള്ളമൊഴിച്ചുവല്ലോ. നല്ല നേരം പണ്ടൊരു നാളിൽ കൽക്കണ്ട കുന്നിൻ താഴെ കരിമ്പു നട്ടു മൂങ്ങയും കരിങ്കുരങ്ങനും. ശരിയാ, ഞാനൊരു പാഠം പഠിച്ചു. ഇനി ഞാൻ ആവശ്യമില്ലാതെ ധൃതി കാണിക്കില്ല. പക്കു പാഠം പഠിച്ചു. എന്നാൽ കുട്ടനോ? ആരെയും നമ്മൾ കളിയാക്കാൻ പാടില്ല. ഓരോരുത്തർക്കും ഓരോ കഴിവുകളും കഴിവുകേടുകളും ഉണ്ടാവും.